എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ്, ബൗക്കോ, VFA എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ജൂലൈ 18-ാം തീയതി അല്ലേ, ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടക്കാർക്ക് എക്സാം നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് റിവിഷൻ ചെയ്യുകയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു അല്ലെങ്കിൽ അടുത്ത വർഷത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ജോലിയിൽ പ്രവേശിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുക, നമ്മുടെ കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം നൽകി തന്നെ പഠിക്കുക. ഓക്കെ, നമ്മൾ 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജൂലൈ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഏകദേശം തീരാറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ കാണാത്തവർ, ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം പോലെ കണ്ടുവരിക കേട്ടോ. ഓക്കെ, തുടങ്ങാം. നോക്കിക്കേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് നിയമനം നൽകരുതെന്ന് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയ രാജ്യം എന്താണ്? ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് നിയമനം നൽകരുതെന്ന് ഗൂഗിൾ അതുപോലെ മൈക്രോസോഫ്റ്റ് കമ്പനികൾക്കൊക്കെ നിർദ്ദേശം നൽകിയ രാജ്യമാണ് ഏത്? US എന്ന് പറയുന്നത് കേട്ടോ. US. ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് നിയമനം നൽകരുതെന്ന് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയത് US ആണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ, അടുത്തിടെ നമ്മുടെ VS അച്യുതാനന്ദൻ, മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദന്റെ സ്മരണാർത്ഥം ഒരു സസ്യത്തിന് പേര് നൽകി. ആ സസ്യത്തിന്റെ പേരാണ് എന്ത്? ഇംപേഷ്യൻസ് അച്യുതാനന്ദിനി. അച്യുതാനന്ദിനി നമുക്ക് അടക്കിയാലോ. അപ്പോൾ VS അച്യുതാനന്ദന്റെ സ്മരണയ്ക്കായിട്ട് അടുത്തിടെ കണ്ടെത്തിയ അല്ലെങ്കിൽ സസ്യത്തിന് നൽകിയ പേരെന്താണ്? ഇംപേഷ്യൻസ് അച്യുതാനന്ദിനി എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വിയോഗമാണ്. 2025 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത നാടക സംവിധായകൻ ആരാണ്? രത്തൻ തിയാം. അദ്ദേഹത്തിന്റെ പേരെന്താണ്? രത്തൻ തിയാം എന്നാണ്. ആരാണ് അദ്ദേഹം? പ്രശസ്ത നാടക സംവിധായകനാണ്. 2025 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത നാടക സംവിധായകനാണ് ആര്? രത്തൻ തിയാം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം പറയാവേ. പത്മശ്രീ ലഭിച്ചത് ഏത് വർഷമാണെന്നറിയോ? 1989. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. രത്തൻ തിയാം എന്ന് പറയുന്ന നാടക സംവിധായകനാണ്. അദ്ദേഹം 2025 ജൂലൈയിൽ അന്തരിച്ചു. അതിന് പത്മശ്രീ കിട്ടിയ വർഷം 1989 ആണ്. 1989. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കേ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നങ്ങൾ ഏതെല്ലാം? എന്താണ് ക്വസ്റ്റ്യൻ? കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നങ്ങളാണ് ബാറ്റേന്ത്യ കൊമ്പൻ, മലമുഴക്കി വേഴാമ്പൽ, ചാക്യാർ. ഏതൊക്കെയാ? ബാറ്റേന്ത്യ കൊമ്പൻ, മലമുഴക്കി വേഴാമ്പൽ, ചാക്യാർ. ഇത് മൂന്നും എന്തിന്റെ ഭാഗ്യ ചിഹ്നങ്ങളാണ്? കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നങ്ങളാണെന്ന് ഓർക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന അതിർത്തികളിൽ നടപ്പിലാക്കുന്ന വെർച്വൽ ചെക്ക് പോസ്റ്റ് സംവിധാനം എവിടെയാണ്? അതെവിടെയാണ്? വാളയാറിലാണ് കേട്ടോ. വാളയാറിലാണ്. എന്താണ് ക്വസ്റ്റ്യൻ? സംസ്ഥാന അതിർത്തികളിൽ നടപ്പിലാക്കുന്ന വെർച്വൽ ചെക്ക് പോസ്റ്റ് സംവിധാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? വാളയാറിലാണ്. ഓക്കെ, അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ആക്റ്റീവ് റിജിഡ് ഫ്രെയിം വീൽ ചെയർ ഏതാണ്? എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ആക്റ്റീവ് റിജിഡ് ഫ്രെയിം വീൽ ചെയർ ആണ് YD1 എന്ന് പറയുന്നത്. ഏതാടാ? YD1. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ വികസിപ്പിക്കുന്ന മൾട്ടി സ്റ്റേജ് മലേറിയ വാക്സിൻ എന്താണ്? ഇന്ത്യ വികസിപ്പിക്കുന്ന മൾട്ടി സ്റ്റേജ് മലേറിയ വാക്സിൻ ആണ് അഡ്ഫാൾ സിവാക്സ് എന്ന് പറയുന്നത്. ഏതാണ്? അഡ്ഫാൾ സിവാക്സ് മലേറിയ വാക്സിൻ ആണ്. ഇന്ത്യ വികസിപ്പിച്ചതാണ്. അപ്പൊ ഇന്ത്യ വികസിപ്പിക്കുന്ന മൾട്ടി സ്റ്റേജ് മലേറിയ വാക്സിന്റെ പേരെന്താണ്? അഡ്ഫാൾ സിവാക്സ് എന്നാണ് കേട്ടോ, മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 80 വർഷം തികയുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണമാണ് ഏതെന്ന് പറയുന്നത്? ട്രിനിറ്റി പരീക്ഷണം. എന്താണ്? 2025 80 വർഷം തികയുന്ന ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം ഏതാണ്? ട്രിനിറ്റി പരീക്ഷണമാണ്. ട്രിനിറ്റി പരീക്ഷണം, ഈ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം നടക്കുന്ന 1945 ജൂലൈയിലാണ് കേട്ടോ. അപ്പോൾ അതിന് 80 വർഷം തികയാണ് 2025. അതിന്റെ പേരെന്താണ്? ട്രിനിറ്റി പരീക്ഷണം എന്നാണ്. അടുത്തത് ഒരു തീമാണ്. 2025 അന്താരാഷ്ട്ര ചാന്ദ്ര ദിനം. അതിന്റെ പ്രമേയം 1 മൂൺ 1 വിഷൻ 1 ഫ്യൂച്ചർ. ഇതാണ് 2025 അന്താരാഷ്ട്ര ചാന്ദ്ര ദിനത്തിന്റെ പ്രമേയം. 1 മൂൺ 1 വിഷൻ 1 ഫ്യൂച്ചർ. 1 മൂൺ 1 വിഷൻ 1 ഫ്യൂച്ചർ. ഓക്കെ അല്ലേ? അടുത്തത്, അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് പ്രൈം മിസൈലിന്റെ പരീക്ഷണം നടന്നത് എവിടെ വെച്ചിട്ടാണ്? അപ്പൊ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആകാശ് പ്രൈം മിസൈൽ, ആകാശ് എന്ന് പറയുന്ന പ്രൈം മിസൈലാണ്
മിസൈലാണ്. അതിന്റെ പരീക്ഷണം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ലഡാക്കിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാ? ലഡാക്കിൽ വെച്ചിട്ടാണ്. അപ്പൊ അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് പ്രൈം മിസൈലിന്റെ പരീക്ഷണം നടന്നത് ലഡാക്കിൽ വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ മലേഷ്യ സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ. അടുത്തിടെ മലേഷ്യ സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പലാണ് INS സന്ധ്യാക്. ഏതാണ്? INS സന്ധ്യാക് എന്ന് പറയുന്നത് നാവികസേന കപ്പലാണ്. പ്രത്യേകത എന്താണ്? അടുത്തിടെ അത് മലേഷ്യ സന്ദർശിച്ചു. അപ്പൊ അടുത്തിടെ മലേഷ്യ സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പലാണ് INS സന്ധ്യാക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതൊരു വേദിയാണ് ലോക സർവകലാശാല ഗെയിംസ് 2025ന്റെ വേദി. എന്താണ്? ലോക സർവകലാശാല ഗെയിംസ് 2025ന്റെ വേദി ഏതാണ്? ജർമ്മനിയാണ്. ഏതാണ്? ജർമ്മനിയാണ്. ലോക സർവകലാശാല ഗെയിംസ് 2025ന്റെ വേദി ഏതാണ്? ജർമ്മനിയാണ്. അടുത്ത നോക്കിക്കണം. അടുത്തൊരു പുസ്തകമാണ് ഹോണസ്റ്റ് ജോൺ എ ലൈഫ് ഓഫ് ദ മദർ. ഇത് ആരുടെ പുസ്തകമാണ്? ഭക്തിയാർ കെ ദാദാഭോയ്. എന്താണ്? ഹോണസ്റ്റ് ജോൺ എ ലൈഫ് ഓഫ് ടു മദർ എന്നുള്ളത് ആരുടെ? ഓഫ് ജോൺ മദർ എന്നാണ് കേട്ടോ. ഹോണസ്റ്റ് ജോൺ എ ലൈഫ് ഓഫ് ജോൺ മദർ എന്ന പുസ്തകം ആരെയാണ്? ഭക്തിയാർ ദാദാഭോയ്. ആരെയാണ്? ഭക്തിയാർ കെ ദാദാഭോയുടെ പുസ്തകമാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഒന്നുകൂടെ നോക്കാം. അത് നമ്മൾ എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് നമ്മുടെ നിയമനം നൽകരുതെന്ന് ഗൂഗിള് മൈക്രോസോഫ്റ്റ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയത് US ആണ്. അതുപോലെ VS അച്യുതാനന്ദനുള്ള ആദര സൂചകമായിട്ട് അടുത്തിടെ കണ്ടുപിടിക്കപ്പെട്ട ഒരു സസ്യത്തിന് പേര് നൽകിയിട്ടുണ്ട്. ആ പേരെന്താണ്? ഇംപേഷ്യസ് അച്യുതാനന്ദിനി. ഞാൻ പ്രശസ്ത നാടക സംവിധായകൻ 2025 ജൂലൈയിൽ അന്തരിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് രതൻ തിയാം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയ വർഷമാണ് 1989. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നങ്ങളാണ് ബാറ്റേന്ത്യ കൊമ്പൻ, മലമുഴക്കി വേഴാമ്പൽ, ചാക്യാർ. ഓക്കെ, സംസ്ഥാന അതിർത്തികളിൽ നടപ്പിലാക്കുന്ന വെർച്വൽ ചെക്ക് പോസ്റ്റ് സംവിധാനം എവിടെയാണ് വന്നത്? വാളയാറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ആക്റ്റീവ് റിജിഡ് ഫ്രെയിം വീൽചെയർ ഏതാണ്? YD1 ആണ്. ദെൻ ഇന്ത്യ വികസിപ്പിക്കുന്ന മൾട്ടി സ്റ്റേജ് മലേറിയ വാക്സിൻ അഡ്ഫാൽ സിവാക്സ് ആണ് നോക്കുക. ദെൻ 2025 80 വർഷം തികയുന്ന ലോകത്തിലെ ആദ്യ അണുബോംബ് പരീക്ഷണം ട്രിനിറ്റി പരീക്ഷണമാണ്. ഇനി 2025 അന്താരാഷ്ട്ര ചാന്ദ്രദിനത്തിന്റെ പ്രമേയമാണ് 1 മൂൺ 1 മിഷൻ 1 ഫ്യൂച്ചർ. അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് പ്രൈം മിസൈലിന്റെ പരീക്ഷണം നടന്നത് എവിടെയാ? ലഡാക്കിലാണ്. അടുത്തിടെ മലേഷ്യ സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പലാണ് INS സന്ധ്യാക് എന്ന് പറയുന്നത്. ലോക സർവകലാശാല ഗെയിംസ് 2025ന്റെ വേദി ജർമ്മനിയാണ്. ഹോണസ്റ്റ് ജോൺ എ ലൈഫ് ഓഫ് ജോൺ മദർ എന്ന പുസ്തകം ആരുടെയാണ്? ഭക്തിയാർ കെ ദാദാഭോയ്. അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. വരും ദിവസങ്ങളിൽ നമ്മൾ ഈ 10th പ്രിലിംസിന് ആവശ്യമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നതായിരിക്കും. ഷോർട്ട് കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നീട് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് എടുക്കത്തുള്ളൂ കേട്ടോ. അതായത് ജൂലൈ ഓഗസ്റ്റ് മുതലുള്ള കറണ്ട് അഫയേഴ്സ് എടുക്കുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നാളെ മുതൽ ഷോർട്ട് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, സ്മാർട്ട് സ്റ്റഡി നടത്തുക, കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.